നമ്മളത് എങ്ങനെ വായിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതനുസരിച്ചിട്ടിരിക്കും അതിന്റെ അനുഗ്രഹവും ആ അനുഗ്രഹം നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. 50-ാം സങ്കീർത്തനം അതിന്റെ തലക്കെട്ട് തന്നെ കാര്യങ്ങള് വിശദീകരണം കിടക്കുകയാണ്. 51-ാം സങ്കീർത്തനം നമുക്കറിയാം, ദാവീദ് ഒരു പാപം ചെയ്തു. ദാവീദിനെ കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഇത് കൊള്ളാലോ, ഇത് അല്ലേ? അയാൾ ചെയ്യാത്ത ഒരു പാപവും ഇല്ല. കൊലപാതകം, വ്യഭിചാരം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും അയാളെ കുറിച്ച് വചനം പറയുന്നത് അയാൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാ പറയുന്നത്. കാരണം അയാൾക്കൊരു ക്വാളിറ്റി ഉള്ളത്, അയാൾക്കൊരു തെറ്റ് പറ്റി എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അപ്പൊ അയാൾ സമ്മതിക്കും. എന്താണ്ടോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും നമ്മൾ ഉരുളാൻ ശ്രമിക്കും, അല്ലെ? അതാണ് അതിന്റെ ഒരു രീതി. ഏതൻ തോട്ടം തൊട്ടേ അതാണ് രീതി. കർത്താവ് ചോദിക്കുക, നീ ഫലം തിന്നോ? നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്നെ എവള് തന്നു തിന്നു. അപ്പൊ ഒന്നാമത്തെ കുറ്റക്കാരൻ നീയാണ്, രണ്ടാമത് എവള്. ഞാൻ വെറുതെ തിന്നേ ഉള്ളൂ. കർത്താവ് ആദ്യം മര്യാദയ്ക്ക് ചോദിച്ചാൽ തിന്നോന്നാണ് ചോദിച്ചത്. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അവിടെ പിന്നെ എന്തോ ഒന്നരപ്പുറത്തിൽ കവിയാതൊന്നും എഴുതണ്ട. ഒറ്റ ചോദ്യം, യെസ് ഓർ നോ. ഞാൻ തിന്നു കർത്താവ്, എനിക്ക് തെറ്റ് പറ്റി എന്നങ്ങ് പറഞ്ഞെങ്കിൽ തീരത്തേക്ക് പ്രശ്നം ഉണ്ടായിരുന്നോളൂ, അല്ലേ? അത് പറയാൻ അയക്ക് വയ്യ. ചതിക്കപ്പെട്ടു എന്ന് പറയാം, കർത്താവിന് അതൊക്കെ മനസ്സിലാവും. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്ന വചനം പറയുന്നത്. ആ കരുണയ്ക്ക് പാത്രമായ ദാവീദാണ് ഇവിടെ പറയുന്നത്. ദാവീദിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. തെറ്റ് ചെയ്യാത്ത ആളല്ല, ചെയ്തിട്ട് ഏറ്റു പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഏറ്റു പറയാൻ വേണ്ടി തെറ്റെന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കണ്ട, അല്ലെ? കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാവാൻ വേണ്ടി 2 തെറ്റ് ചെയ്തേച്ചും വെച്ച് ഏറ്റു പറയാം. അങ്ങനെ റിസ്ക് എടുക്കണ്ട, അല്ലേ? സ്തോത്രം. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലല്ലോ. സാധനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അല്ലെ? ഏറ്റു പറഞ്ഞാണ്. നമ്മൾ സമ്മതിക്കാലെന്ന് മാത്രമേ ഉള്ളൂ. സമ്മതിക്കാത്ത ഒരു പൈശാചിക വ്യാപാരമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ നമ്മൾ മാക്സിമം ഉരുളും. ആ ചെളി മറ്റുള്ളവന്റെ മേലിൽ തെറിപ്പിക്കും. എന്നിട്ട് അവന്റെതാണെന്ന് പറയും. ഇത് മനുഷ്യ സഹജമാണ്, പൈശാചിക സഹജമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് പൈശാചിക സഹജമാണ്. അപ്പോൾ ഇന്നലെ രാവിലത്തെ ശുശ്രൂഷ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു, അല്ലെ? അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും മാനസാന്തരപ്പെടുമായിരിക്കും, അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിറങ്ങി ഞാൻ ഒരാളോട്ട് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഷീറ്റിന്റെ മണ്ടയിൽ കൂടെയാണ് പോയത്. ഷീറ്റിന്റെ മണ്ടയിൽ കൂടെ പോയി. ഇതിന്റെ അകം തണുപ്പായിരുന്നത് കൊണ്ട് വചനം മണ്ടയിൽ കൂടെ കയറി പോയി. സ്തോത്രം. അത് പരുവക്കേടാണ്. ഇത്ര സുന്ദരമായ വചനം കയറി വന്നിട്ട് അത് കയറുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അത്രയ്ക്ക് കട്ടി എന്നാണ് അതിന്റെ അർത്ഥം. കട്ടി കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാട്ടോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. ഭയങ്കര വാവിട്ട് നിലവിളിക്കേണ്ടി വരും. കാലമെല്ലാം കഴിഞ്ഞതിന് ശേഷം വാവിട്ട് നിലവിളിക്കേണ്ടി വരും. അതുകൊണ്ട് വചനം സമീപമായി നമുക്ക് ലഭ്യമാകുന്ന സമയം കൃത്യമായി റെസ്പോണ്ട് ചെയ്തോളാം, അല്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല. സമയം കഴിഞ്ഞ ശേഷം നിലവിളിച്ചിട്ട് കഥയൊന്നുമില്ല. ഇത് കിട്ടുന്ന സമയം ഉപയോഗിച്ചോണം, ഗുണം പിടിച്ചോണം. സ്തോത്രം. ഇത്ര സുന്ദരമായ വചനം ഞാൻ ഇങ്ങനെ ഇരുന്ന് വളരെ ആസ്വദിക്കുകയായിരുന്നു, അല്ലെ? വളരെ സുന്ദരമായി ആ വചനം ഇങ്ങനെ പോകുന്നതായിരുന്നു. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചു. സ്തോത്രം. അപ്പൊ ദൈവം നമുക്കൊരു കൃപ തന്നാലേ ഈ സംഭവം നടക്കത്തുള്ളൂ. ആ കൃപ കിട്ടിയ മനുഷ്യനാ ദാവീദ്. ദാവീദ് ഒരു സുന്ദരം പാപം ചെയ്തിട്ട് അങ്ങനെ കസേരയിൽ ചാരി ഇരിക്കുമ്പോ ഒരു പ്രവാചകൻ വന്നു. മൂപ്പരുവത്തിന്റെ കുഞ്ഞ് കഥ പറയുകയാണ്. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു. കൊള്ളാം, പറ, അല്ലേ? അയാൾക്ക് ഇത്ര ആടുണ്ടായിരുന്നു. അയാൾക്ക് വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. അപ്പൊ അങ്ങേരെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു ഒരാടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ അടിച്ചു മാറ്റി അതിനറുത്ത് കറി വെച്ച് കൊടുത്തു. ആരവിടെ? ചാടി അടിക്കും പറഞ്ഞു, നീ തന്നെയാണ് അവൻ. നിനക്കിവിടെ 100 കണക്കിന് പെമ്പിള്ളേരുണ്ട്, ഊര്യാവിന് ഒരെണ്ണേ ഉള്ളൂ. നിനക്കിവിടെ അഹങ്കാരം കൊണ്ട് കൊട്ടാരത്തിന്റെ മേളിൽ കയറി നീ ഉലാത്തിക്കൊണ്ട് നിൽക്കുമ്പോ അവന്റെ പാവപ്പെട്ട ആട് കുളിച്ചോണ്ടിരിക്കുന്ന കണ്ടു. നീ അവന്റെ കെട്ടിയവനെയും കൊന്നിട്ട് അവനെ നീ കൈക്കലാക്കി. ആ മനുഷ്യൻ നീ തന്നെ. ഞാനായിരുന്നു രാജാവെങ്കിൽ ചെവിക്ക് ചെവി അറിയാതെ നാഥാൻ 65 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പറയാൻ വന്ന പ്രവാചകന്റെ ഫ്രൈയും 65
നഖവും പല്ലും അടക്കം കറി വെച്ചനെ ഞാൻ. വെളിയിൽ ഒരുത്തൻ അറിയില്ല ഈ കേസ്. നാഥാൻ അറിഞ്ഞതൊരിക്കൽ ഒരുത്തൻ അറിയില്ല. പക്ഷെ നാഥാന്റെ മുമ്പിൽ ദാവീദ് വീണു. വീണിട്ട് കരയുന്ന കരച്ചില ഈ കരച്ചിൽ, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. ഒരു രാജ്യത്തിലെ രാജാവാണെന്നറിയണം, എന്നെ നിങ്ങളെ പോലെ പൊട്ടനല്ലെന്നറിയണം. നമ്മുടെ നിൽപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ട നമ്മൾ ഏതാണ്ട് സംഭവം എന്നാ വിചാരം. 75-80 കിലോ ഉള്ള വെറും ഇറച്ചി തുണ്ടമാണെന്ന് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഭയാനകമാണ്. ഒരു ഉപദേശിയുടെ ഹൃദയവേദന ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് അനുഭവിക്കേണ്ടി വരികയാണ്. പൗലോസ് പറയുന്ന നീറ്റൽ എന്നൊക്കെ പറയുന്ന സാധനം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാലുകൊണ്ട് അടിക്കാനും പറ്റത്തില്ല, തൊഴിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേദനയോടെ ഇത് ചാകുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് വളർത്താൻ, പക്ഷെ എനിക്കിതിൽ ഇഷ്ടമില്ലാത്തത് ഇത് ചാകുന്നതാണ്. അതുകൊണ്ട് എന്റെ പൂച്ച എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായപ്പോ ഞാൻ ഇതിനെ ഒതുക്കി തുടങ്ങി. ഇനി അതിനെ പതുക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. കാരണം ഇനി അത് അധിക ദിവസം ഇവിടെ കിടന്നാൽ എനിക്ക് അതിൻ്റെ അടുത്ത് സ്നേഹം കൂടും, പിന്നെ അത് ചാകുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. അത് ചാകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുമെങ്കിൽ നമ്മൾ കരുതി നടത്തുന്ന ആടിന്റെ പരുവക്കേട് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. ഇവിടെ ദൈവം രാജാവാക്കി കാട്ടിലിരുന്ന് കിന്നരം വായിച്ചത് കണ്ടിട്ട് ദൈവം കാട്ടിന്ന് വിളിച്ചുകൊണ്ട് വന്ന് തലയിൽ അഭിഷേക തൈലം ഒഴിപ്പിച്ച് അവനെ ഇസ്രായേലിലെ 2ാമത്തെ രാജാവാക്കി ഒരുപാട് പ്രതീക്ഷയോടുകൂടി കൊണ്ടിരുത്തിയപ്പോ യവൻ കാട്ടിലെ ഫുഡ് തിന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. കൊട്ടാരത്തിലെ ഫുഡൊക്കെ തിന്ന് അങ്ങനെ വന്നപ്പോ യവനെ എല്ലിന്റെ ഇടയിൽ ഇറച്ചി കയറി. അങ്ങനെയാണ് കൊട്ടാരത്തിന്റെ ഉച്ച ഉറക്കം, മേളി കയറി കറക്കം അല്ലേ. പിന്നെ വാട്സാപ്പ് വഴിയും അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ കറക്കം. നാട്ടുകാരുടെ ഒക്കെ സ്റ്റാറ്റസ് നോക്കലാണ് ജോലി. നാട്ടുകാരുടെ ഒക്കെ പോസ്റ്റ് നോക്കലാണ് ജോലി. ചിലർക്ക് അതാ പരിപാടി. ഇത് വന്നു കഴിഞ്ഞാൽ മൊത്തം നാട്ടുകാരുടെ മുഴുവൻ സംഭവം നോക്കുക. എനിക്കിത് കാണുമ്പോൾ വാസ്തവത്തിൽ ചിരിയാ വരിക. സ്വതന്ത്രം. എന്നെ പണ്ടൊരിക്കൽ ഒരു സൗകര്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, എന്നാൽ കുറച്ച് മുമ്പ് പ്രശ്നം തീർത്തിട്ട് അങ്ങോട്ട് സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ കിടന്നേ ഉള്ളൂ, ഞാനും വൈഫും കിടന്നതേ ഉള്ളൂ. അപ്പോൾ ഉടനെ ഫോൺ വരികയാണ്, ഫാസ്റ്ററേ അങ്ങേർക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പ്രൊഫൈൽ പിക്ചർ മാറ്റി രാത്രി 1 മണിക്ക്. അങ്ങേര് പ്രൊഫൈൽ പിക്ചർ മാറ്റി. ഞാൻ എന്തോ ചെയ്യും? ഞാൻ എന്നിട്ട് അവനെ വിളിച്ചു പറഞ്ഞിട്ടേ ആ പ്രൊഫൈൽ പിക്ചർ ഒന്ന് ഇട്. അവൻ അതിനേക്കാളും അപ്പുറം അവൻ കേട്ടുവല്ല. അവൻ പറഞ്ഞേ കുറച്ച് കാര്യം പഠിപ്പിക്കാനുണ്ട് രാത്രി, എന്നാ നിങ്ങളിരുന്ന് പഠിക്കും, ഞാൻ ഉറങ്ങട്ടെ അല്ലേ. ഇടാ പ്രൊഫൈൽ പിക്ചർ ഈ സാധനം അവിടെ കിടന്ന എന്താണ് കുഴപ്പം? ന്യൂമറസ് ഉണ്ടോ? അപ്പൊ അതിനകത്തൊരു സംഭവം ഓടുന്നുണ്ട്. അപ്പൊ പുള്ളി ഉദ്ദേശം അത് തന്നെയാണ്, ഇവക്കൊരു പണി കൊടുക്കാം, പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് വെറും കറുപ്പിട്ടു. അപ്പൊ അവളെ കറുപ്പിളവി ഉടനെ എന്നെ വിളിക്കുകയാണ്, എന്റെ അടുത്ത് ഇഷ്ടമില്ല, അതെന്റെ പിക്ചർ മാറ്റി. ഞാൻ പറഞ്ഞത് ആൾക്കാർ അതനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൂട്ടി ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുക. എടാ ഇതിന്റെ പകുതി റിസ്ക് ഇല്ല. നമ്മളുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുക, ചുമ്മാ നോക്കുക ഒരെണ്ണം. സ്വതന്ത്രം. ഇനി എന്നാ ഇതൊക്കെ നോക്കാൻ പോന്നേ? നാദാം വന്ന ഒറ്റ അടി അങ്ങോട്ട് അടിക്കുകയും ഒറ്റ കമന്റിൽ അയാൾ വിടുന്നു, ആ മനുഷ്യൻ നീ തന്നെ. ഇവിടെ 2.5 മണിക്കൂറൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇത്രയും സമയം നമ്മൾ ഇങ്ങനെ അടിക്കിട്ട് സാധനത്തിലേക്കുകയല്ലെന്ന് പറഞ്ഞാൽ ചാമ്പിൽ വെള്ളം വീഴുമ്പോ ലക്കിലിമിലിക്കിന് വീഴുന്നു ഈ സാധനം അല്ലേ. അതിങ്ങനെ വീഴുമ്പോ ഉണ്ട കെട്ടിക്കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. പ്രസംഗിക്കാരിക്കുമ്പോ ചാമ്പല ഒന്ന് കുനിഞ്ഞിട്ട് നൂരും, ഏതുമില്ല. അപ്പൊ ഇവിടെ ദാവീദ് ദൈവത്തോട് ഈ ഒറ്റ വാക്യത്തിൽ, ആ മനുഷ്യൻ നീ തന്നെ, ഒറ്റ വാക്യം. കഥ പറഞ്ഞത് ആടിന്റെ കഥയാ. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അവൻ വീട്ടിലെ വിരുന്നുകാരൻ വന്നപ്പോ അതിലൊരെണ്ണം എടുക്കാതെ അപ്പുറത്തെ വീട്ടിൽ അവന് 1 ആടുണ്ടായിരുന്നതിനെ എടുത്ത് കറി വെച്ചു കൊടുത്തു. മറ്റൊരുത്തന്റെ ഭാര്യ എടുത്തതിന് പ്രവചനം പറഞ്ഞതാണ്. നമ്മളിവിടെ പച്ചക്കീട അവന്റെ ഏക ഭാര്യ നീ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ ഇല്ലെന്ന് പറയും. അതെനിക്ക് ആവശ്യം വന്നുകൊണ്ടാണ് എടുത്തത്, തീരെ അത്യാവശ്യമായി പോയി, ഇങ്ങനെയൊക്കെ പറയും. അവനെ കൊന്നത്, അത് കൊന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ വരും വൈകുന്നേരം ആകുമ്പം, അതുകൊണ്ടാണ് കൊന്നത്. ഇനിയെല്ലാം പറയണ്ട. നമ്മൾ ഈ ന്യായം പറഞ്ഞ് ഊപ്പാട് വരുത്തി കളയും. രാജാവിന് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അന്നത്തെ രാജാവിന്റെ നിയമാവലിയൊക്കെ വേറെയാണ്, അവയൊക്കെ വേറെയൊക്കെ ചെയ്യാം അല്ലേ.
ഇവിടെ പിണറായി എന്തെല്ലാം ചെയ്യുന്നു, മോഡി എന്തെല്ലാം ചെയ്യുന്നു അല്ലേ? വചനം പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് പ്രാർത്ഥിക്കാനാ. വളരെ കൃത്യമാണ്. മോഡി 48 മണിക്കൂർ അറയിൽ കടന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ക്യാമറ അതിൽ 19 എണ്ണം. അഥവാ ദൈവം കണ്ടില്ലെങ്കിലും സകല ഇന്ത്യക്കാരും കാണണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫലം കിട്ടുമെന്ന് കേട്ടാൽ 100% കിട്ടും. അങ്ങേര് എന്നെ പ്രധാനം അറിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ആവട്ടെ, മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഇതുപോലെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയോട് പ്രാർത്ഥന. നാട്ടുകാരെ മുഴുവൻ കാണാനാണ് നമ്മുടെ പരിപാടി. ഇവിടെ ഒറ്റ വാദന എന്നെ അതാ ചിന്തിപ്പിച്ചു. ഒറ്റ മനുഷ്യൻ നീ തന്നെ കിടക്കുന്നു താഴെ രാജാവ് അല്ലേ? നമ്മളെ വചനം പറഞ്ഞല്ലോ, ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് ആവില് പോലെ ഇടിച്ചാലും അവന്റെ മാറുകയല്ലെന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇടിച്ചാൽ ഇടിക്കുന്നവന്റെ ഊപ്പാട് വരുന്നതല്ലാതെ നീ ഇടിക്കും. ഉച്ചയ്ക്ക് കൂടെ നിന്ന് ഇടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 4 തൊട്ട് 7 വരെയോ ഇടിച്ച് അവസാനം ചെന്ന് ഇവിടെ എല്ലാം പറയുമെന്ന് പറയാം. ജോബിക്ക് ഒരു ചർച്ച ഉണ്ട്, നാട് മുഴുവൻ ചെന്ന് പറയും. പറയുമെന്ന് അറിയത്തില്ല. നമ്മളെല്ലാം ബദലിൽ പഠിച്ചത് എല്ലാം ഒരു സൈസ് ആയിരിക്കാനാണ് സാധ്യത. ഞാൻ അവിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പറഞ്ഞില്ലേ, അതുപോലെ റോയിൽ അവിടെയുള്ള എല്ലാം വന്ന് പറഞ്ഞു കൊടുത്തേ. സ്വത്ര ദൈവമക്കളെ, ഒറ്റ വചനത്തിൽ ഒറ്റ സ്ട്രൈക്കിങ്ങിൽ ആള് നിലത്ത് വീണിട്ട് വിളിക്കുകയാണ്, ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്റെ അടുത്ത് കൃപ കാണിക്കണം. തെറ്റുപറ്റിയ ഇതാ ചെയ്യണ്ടേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ക്കണം. നമ്പർ 1 കരുണ കാണിക്കണം, കൃപ കാണിക്കണം. നമ്പർ 2 മായ്ച്ചു കളയണം. നമ്പർ 3 കഴുകണം. നമ്പർ 4 അകൃത്യം പോക്കണം. നമ്പർ 5 എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. ഇതിലൊരെണ്ണം നമ്മൾ പറയില്ല, ഇതിലൊരെണ്ണം നമ്മൾ പറയില്ല. അങ്ങേർക്ക് എന്താ പറ്റാത്തതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന വയ്ക്കാൻ. നല്ലൊരു പാസ്റ്ററെ വിളിക്കുക, ഒരു പ്രാർത്ഥന വയ്ക്കുക, രാട്ടർച്ചയൊക്കെ കൊടുത്ത് ഒരു പ്രാർത്ഥന വയ്ക്കുക, ഈ പ്രശ്നത്തിന് പരിഹാരം വരട്ടെ. വരൂല. ദാവീദ് മുട്ടുമടക്കേണ്ടവരെ വേറെ യാദവൻ വന്ന് മുട്ടുമടക്കിയ കാര്യം നടക്കും. രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഫുൾ ടീമിനെ വയ്ക്കുക. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന യജ്ഞം വയ്ക്കുക. എന്തിനാണ്? രാജാവിന് ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. എന്താണ് തെറ്റ്? വലിയ തെറ്റൊന്നുമല്ല അല്ലേ? പരവക്കേടൊന്നും മാറത്തില്ല. അയാൾ അങ്ങോട്ട് മുട്ടുമെന്ന് വിളിയോട് വിളിയാണ്. അഴോട്ട് പറയുന്നത് മുഴുവൻ കരച്ചില്ല. ഞാൻ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. 3-ാം വാക്യ പ്രധാനം, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. I know my transgression. നമ്മൾ ലവോദിക്ക ചർച്ചിന്റെ സൈസാണ്. എങ്ങനെ ഇട്ടടിച്ചാലും നമ്മൾ ഗുണം പിടിക്കാല. നമുക്ക് കുറവുണ്ടെന്ന് നമ്മൾ പറയാല. കണ്ടവന്റെ തലയെ കൊണ്ട് വയ്ക്കാൻ നമ്മൾ ഭയങ്കര വിരുദ്ധനാണ്. യാദവന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എസ്കേപ്പ് ആവും. എന്താ ആരാണെങ്കിൽ വരാത്തത്? അവന്റെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ ആരും ചോദിക്കത്തില്ല, വരിക പോവുക നിങ്ങളുടെ ഇടം കൃപയാ. എന്നിട്ട് പുള്ളിയും കരയെ. പുള്ളി 3-ാം വാക്യത്തിൽ പറയും, എന്റെ ലംഘനത്തെ ഞാൻ അറിയുന്നു. നമുക്കറിയാവോ ഈ പ്രഭാതത്തിൽ എന്റെ ലംഘനത്തെ എനിക്കറിയാന്ന് ഏറ്റു പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കാതെ ഇവിടെ നിന്ന് പുറത്തിറങ്ങൂല, ഇറങ്ങത്തില്ല. ഈ ലംഘനം തിരിച്ചറിയാതെ നിങ്ങൾ വർഷങ്ങളിൽ തന്നെ രക്ഷപ്പെടത്തുമില്ല. നിങ്ങൾ ട്രൈ ചെയ്യും, നിങ്ങൾ ശ്രമിക്കുക, പ്ലീസ് ശ്രമിക്കുക. മനസ്സിലായോ? അയാൾ പറയുന്നുണ്ടോ, ഞാൻ നിന്നോട് തന്നെ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ, എപ്പോ കണ്ണടച്ചാൽ എന്റെ മുമ്പിൽ പാപം ഇരിക്കുക. കാരണം പ്രവചനം വന്ന് അടിച്ചു കഴിഞ്ഞു. സംഭവം പുള്ളിക്ക് നിലപൊറ്റി. പുള്ളി പറയാം, എന്റെ മുമ്പിൽ പാപം ഇരിക്കുക, എന്നെ കൊണ്ട് പറ്റുകയല്ല. ഇത് മാറ്റി തന്നാലേ പറ്റൂ, ഇത് കഴിയാലേ പറ്റൂ, കുളിപ്പിച്ചാലേ പറ്റൂ, എന്നെ കൊണ്ട് മുമ്പിലോട്ട് നീങ്ങാനൊക്കത്തില്ല. പാപം എന്റെ മുമ്പിൽ ഇരിക്കുക. പലപ്പോഴും അല്ല, എപ്പോഴും ഇരിക്കുക. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല, എന്റെ അസ്ഥി ഉരുകിപ്പോയെന്നാ പുള്ളി പറയുന്നത്. എന്റെ അസ്ഥി ഉരുകിപ്പോയി, ഞാൻ ക്ഷീണിതനായി, ഞാൻ ബലഹീനനായി, എന്റെ മുഖം നിലത്ത് തട്ടത്തക്ക രീതിയിൽ ഞാൻ പരുവക്കെടലായി. കർത്താവ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്തില്ല എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. അതിന്റെ പ്രശ്നം പാപമാണെന്ന് ആള് തിരിച്ചറിഞ്ഞതാണ് പ്രധാനം. പുള്ളി പറയാം, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. അടുത്ത് പറയണ്ടോ, ഞാൻ നിനക്കനിഷ്ടമായതുള്ള ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? അർത്ഥം കിട്ടുന്നുണ്ടോ? അർത്ഥം കിട്ടണമെങ്കിൽ POC വായിക്കണം.
അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ ഞാൻ നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ പ്രവാചകനെ കൊണ്ടുവച്ച് എന്റെ അടുത്ത് പറഞ്ഞില്ലേ കാര്യം, അവൻ നീ തന്നെ കറക്റ്റാണ്. കറക്റ്റാണ്. ഞാനത് ഏറ്റു പറയുന്നു. എന്റെ കുടുംബം തകർത്തതിന്റെ കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. എന്റെ കുടുംബത്തിന്റെ പേര് കളഞ്ഞത് ഞാൻ തന്നെയാണ്. ഇസ്രായേലിന്റെ പേര് തകർത്തത് ഞാനാണ്. ഏറ്റുപറയാൻ ആ രാജാവ് തയ്യാറായി. അതാണ് വംശാവലി എഴുതുമ്പോൾ നിങ്ങൾ വായിച്ചാലും അറിയാം, ദാവീദിന് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോൻ ജനിച്ചു. സ്വന്തം ഭാര്യയോടെ പോയി. അവിടെയും വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ വരേണ്ട മിടുക്കിയാണ് മീഖൾ. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിന്റെ മകൾ മീഖൾ രണ്ടാമത്തെ രാജാവിന്റെ ഭാര്യ ആയിരുന്നു. മൂന്നാമത്തെ രാജാവിന്റെ അമ്മയായിട്ട് വരേണ്ടവളാണ്. അവളൊരു അഹങ്കാരം കാണിച്ചു. ഒന്നാമത്തെ രാജാവിന്റെ മകൾ, രണ്ടാമത്തെ രാജാവിന്റെ ഭാര്യ, മൂന്നാമത്തെ രാജാവിന്റെ അമ്മയാവേണ്ടി വന്നവൾ വാതിക്കൽ എത്തുമ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടുന്ന ദാവീദിനെ കണ്ടിട്ട് പരിഹസിച്ചു. കർത്താവ് മീഖളിന്റെ ഗർഭം അടച്ചു. ദാവീദിന്റെ പട്ടാളക്കാരന്റെ ഭാര്യയിൽ ദാവീദിന് ഒരു മകൻ ജനിച്ചു. അടുത്ത രാജാവ്. പോന്ന പോക്ക് കണ്ടോ? കഥ തിരിച്ചറിയണം. ഇവകളെന്ന് കഥയാണെന്ന് കരുതരുത്. ഇതാണ് കർത്താവ്. സ്തോത്രം. ദാവീദ് ആഞ്ഞ് കരയുകയാണ്. ദാവീദ് പറയാം, നീ പറഞ്ഞ കാര്യം കറക്റ്റാണ്, എനിക്ക് തെറ്റുപറ്റി. നമ്മളാണെ പറയാം, കർത്താവ് നീ എന്തോ ഈ പറയുന്നേ? ദാവീദ് ഇയ്യോബ് ചോദിച്ച പോലെ, നിനക്ക് ഇറച്ചി കണ്ണുകളാണോ ഉള്ളത്? നീ മനുഷ്യൻ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്? ഞാൻ വളരെ ഡീസന്റ് അല്ലേ? കർത്താവ് ഇങ്ങോട്ടൊന്ന് 5-6 ചോദ്യം. നീ അന്ന് എവിടെ ആയിരുന്നു? ഇവിടെ മിന്നലിന്റെ വഴി നിനക്കറിയാമോ? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോ നീ എവിടെ ആയിരുന്നു? അറിവുണ്ടെങ്കിൽ പറയടാ, ഇവിടെ വേടാ. മഹാനഗരത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? കർത്താവെ ഒന്നും അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞൂടാതെ പറഞ്ഞതാണ്, സോറി. നമ്മളെ ഇത് എന്ത് പറഞ്ഞാലും മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? പിന്നെ രുചിയില്ലേ? എന്താണ് കർത്താവ് പറയുന്നത്? മഹാനഗരത്തെ ചൂണ്ടയിട്ട് പിടിക്കാമോ? പിന്നെ പിടിച്ചുകൂടാത്ത എന്താണ്? ചൂണ്ട കൊണ്ടുവരും, ഞാൻ പിടിച്ചുതരാം. മിന്നലിന്റെ വഴി അറിയാമോ? പിന്നെ അറിഞ്ഞൂടെ? പിന്നെ അല്ലേ? ഇവിടെ ഒന്നും നമ്മൾ മാനസാന്തരപ്പെടുത്തുന്നില്ല. നമ്മളെ മാനസാന്തരപ്പെടുത്താന്ന് കർത്താവ് വിചാരിക്കുകയും വേണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. പക്ഷെ രാജാവ് ഒറ്റ വർത്താനം മതി. നീ തന്നെടാ അവൻ ദേടകണോ? കണ്ടോ? മാനസാന്തരത്തിന് ഇത്രയും വേണ്ട. നിർമ്മല മനസ്സിന്റെ പ്രത്യേകത അതാണ്. നിർമ്മല മനസ്സ് നമുക്ക് വേണം. ലംഘനം ചെയ്യാത്ത മനുഷ്യനില്ല. ഏറ്റുപറയാൻ ഒരു മനസ്സ് നമുക്ക് വേണം. ഇവിടെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരയുന്ന കരച്ചില. പുള്ളി കരയുന്ന കരച്ചിലുണ്ടോ? കർത്താവേ നീ നീതിമാനാണ്. 5-ാം വാക്യത്തിൽ വരുമ്പോൾ പുള്ളി ഒരു ചെറിയ കളി കളിക്കുകയാണ്, ചെറിയൊരു ട്വിസ്റ്റ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. കർത്താവെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ കാരണം ജനിച്ചെന്റെ ദോഷമാണ്, ജന്മദോഷമാണ് എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മ എന്നെ ജനിപ്പിച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. ചെറിയൊരു എസ്കേപ്പിനുള്ള ഒരു നമ്പർ പുള്ളി അടിച്ചതാണ് അല്ലെ? അത് വായിച്ചപ്പോ എനിക്ക് ദാവീദിനടുത്തൊരു ബഹുമാനം തോന്നി. കാരണം ഒരു അല്പമെങ്കിലും പുള്ളി നമ്മളെ പോലെ ഉണ്ടല്ലോ. എല്ലാ കാര്യത്തിലും അങ്ങ് ഡീസന്റ് ആയി പോകുന്നേ അല്ലെ? ഒരു അല്പ കാര്യത്തിലും ഒരു ബെൻഡ് വന്നല്ലോ ഇങ്ങനെ അല്ലേ? കർത്താവേ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പിന്നെ നീ അന്തരംഗത്തിലെ സത്യമാണല്ലോ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നം അമ്മയ്ക്ക് അപ്പനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് നിനക്കും ഉണ്ട്. എനിക്ക് ഇച്ചിരി ജ്ഞാനം തന്നാലേ ശരിയാവുള്ളൂ. പിന്നെ പുള്ളി തിരിച്ചു കയറിയിട്ട് പിന്നത്തെ കരച്ചിൽ മുഴുവൻ വല്ലാത്ത കരച്ചിലാണേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. പഴയ നിയമത്തിൽ ഈ സോപ്പ് വെച്ചിട്ടാണ് ശുദ്ധീകരണം നടത്തുന്നത്. പുള്ളി പറയാ, എന്നെ ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണം കർത്താവേ. അപ്പോഴും പുള്ളി പറയാ, ഈ സോപ്പ് തരണേ, ഞാൻ കഴുകിക്കൊള്ളാന്നല്ല. നമ്മളെന്തേ പറഞ്ഞിട്ട് ഈ സോപ്പ് വരുമോ? ഞാൻ അല്ലെ ഈ സോപ്പിൽ കുളിച്ചിട്ട് വരാം, അല്ലെ അതൊക്കെ ഒന്ന് തേച്ച് കുളിച്ചേച്ചും വരാം.
അത് പുള്ളി പറയുന്നുണ്ട്. നല്ല രസമാണ്, അത് നല്ല രസമായി സാധനം. ഇതിരുന്ന് പഠിക്കാൻ നല്ല രസമാണ്. ഇന്ന് സമയമല്ല കേട്ടോ. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇത് പ്രസംഗിക്കാം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. കാരണം ഇതൊന്നും കേൾക്കാനുള്ള സാധ്യത ഇനി എനിക്കില്ല. എന്റെ ജീവിതം ഊപ്പാടായി, മൊത്തം തകർന്നു. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. കർത്താവ്, ഒരു സന്തോഷം കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. രാജാവ് പറയുന്നത് അറിയണം. ഒറ്റ വൃത്തികേട് കാണിച്ചതിന് ഒറ്റ പ്രവചനം പറയുമ്പോൾ തറയെ കിടന്ന് ഉരുളുകയാണ്. അസ്ഥിക്കകത്തൊക്കെ ചൂടടിച്ചു, വെപ്രാളം വന്നു. അങ്ങനെ വന്നാലേ മാനസാന്തരത്തിന് സാധ്യതയുള്ളൂ. നമുക്കൊരു ചൂട് പഠിക്കില്ല. ഏതോ ചൂട്, എന്തുമാത്രം പ്രസംഗം കേട്ടിരിക്കുന്നു. അടുത്ത് പറയാം, കർത്താവേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. നീ എനിക്ക് സന്തോഷം തന്നാൽ എന്റെ അസ്ഥികൾ, എനിക്ക് ഒടിഞ്ഞുപോയ അസ്ഥികൾ ഉല്ലസിക്കും, എനിക്കറിയാം. അടുത്ത പുള്ളി പറയാ, നീ എന്റെ പാപങ്ങളെ കാണാതെ വേണം മുഖം ഒന്നും മറക്കണം. കർത്താവെ, ഒന്ന് മുഖം തിരിക്കണേ, മാനക്കേടാണ് എന്റെ പാപം നീ നോക്കിയാൽ. പുള്ളിക്ക് അപ്പോഴാ മാനക്കേട് വന്നത്. കൊട്ടാരത്തിന്റെ മേളിൽ കയറി നോക്കിയപ്പോൾ വലിയ മാനക്കേടില്ലായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് മാനക്കേട് വന്നു. കാര്യം എന്താ? കാര്യം അടി കൊള്ളാനടുത്ത് കൊണ്ടപ്പോഴാ ബുദ്ധി വന്നത്. അപ്പോഴാണ് മാനക്കേട് വന്നത്. നേരത്തെ പുള്ളി എന്തെല്ലാം വൃത്തിയുടെ അടിച്ചു നോക്കിയാ, ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടത് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് അവളെ ഭർത്താവ് പട്ടാളക്കാരനെ യുദ്ധത്തിൽ ഫ്രണ്ടിൽ നിർത്തി കൊല്ലിപ്പിച്ചു. അയ്യോ, അല്ലേ? നൈസായിട്ട് അവനെ ഫ്രണ്ടിൽ നിർത്താൻ. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ആ ചെറുക്കന്റെ അടുത്ത് തലേ ദിവസം വീട്ടിൽ ചെന്ന് കിടന്നോളാൻ അവൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ പോകുകയല്ല, എന്റെ കൂടെ എല്ലാ പട്ടാളക്കാരും ഇവിടെ കിടക്കുമ്പോ, ഇസ്രായേൽ യുദ്ധത്തിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഭാര്യയുടെ അടുത്ത് പോയി നിൽക്കും? അത്ര ഡീസന്റ് മനുഷ്യനെ അവൻ കൊന്നളഞ്ഞല്ലോ, വൃത്തിയിട്ടവൻ. സ്തോത്രം. വൃത്തികേട് തലയിൽ ബാധിച്ചാൽ ഡീസന്റ് ഒന്നും വിഷയമല്ല. ആരെയും കൊല്ലും അവൻ. അവന്റെ വിഷയം അവന്റെ വൃത്തികേട് നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോ കൊല്ലത്തൊന്നുമില്ല, പക്ഷെ നാക്കുകൊണ്ട് അരിഞ്ഞ് തള്ളികളയും. വാളുകൊണ്ട് ഒരെണ്ണമൊക്കെ വെട്ടാൻ പറ്റത്തുള്ളൂ. നാക്കുകൊണ്ടൊക്കെ നമ്മൾ കീറ്റിയാൽ എവിടെ ഇരുന്ന് വേണോ കാച്ചുകയും ചെയ്യാം, അല്ലേ? എല്ലാരും ശാന്തരായിട്ടിരിക്കുകയാണ്. സ്തോത്രം. നാവ് കൊണ്ട് നമ്മൾ അവരെന്നെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ പരുവക്കേടാണ്. സ്തോത്രം. ഞാൻ ഇവിടെ തിരിച്ചു വരട്ടെ. ഇയാൾ പുള്ളി കരഞ്ഞു പറയാണ്, കർത്താവെ, എന്റെ പാപം കാണാതെ നീ ഒന്ന് മുഖം തിരിക്കണം, എന്റെ അകൃത്യം ഒന്ന് കഴുകണം, മായ്ക്കണം, എനിക്ക് നിർമ്മലമായൊരു ഹൃദയം തരണം, എനിക്ക് സ്ഥിരമായിട്ടൊരു ആത്മാവിനെ തരണം. ഇപ്പൊ ഞായറാഴ്ച മാത്രമേ ആത്മാവ് വരുന്നുള്ളൂ. രണ്ടാമത്തെ പാട്ട് തുടങ്ങുമ്പം വരും, സങ്കീർത്തന വായന തുടങ്ങുമ്പോൾ തീരും. അത് സ്ഥിരമാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ഇത് വലിയ പാടാ തള്ളി കൊണ്ടുവരാൻ. തള്ളി കൊണ്ടുവന്ന് ഒന്നാമത്തെ പാട്ട് കഴിയുമ്പോൾ കൊണ്ടെത്തിക്കും ഈ സാധനത്തിനെ. പിന്നെ തണുപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ട് അങ്ങനെ ഇരിക്കും കുറച്ചു നേരം. രണ്ടാമത്തെ പാട്ട് പകുതിയാകുമ്പോൾ ചെറുതായിട്ട് ആത്മാവ് വരും, അല്ലെ? കഞ്ഞി കുടിച്ചിറങ്ങുമ്പോ ആത്മാവ് പോകും. അതാണ് ഇവിടെ എല്ലാവരും പേക്കടി ഇവിടെ ആത്മാവ് കിടക്കണ കാണാം. അത് ദാവീദ് പറഞ്ഞു, എനിക്ക് സ്ഥിരമായിട്ടൊരു ആത്മാവിനെ വേണം, അല്ലേ? എന്റെ കൂടെ വസിക്കാൻ, ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ വസിക്കാൻ എനിക്ക് സ്ഥിരമായൊരു ആത്മാവ് വേണം. ഇത്ര മനോഹരം നോക്കിയേ. നിന്റെ സന്നിധി നിന്ന് എന്നെ തള്ളരുത്. മക്കളുണ്ടോ? നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. രക്ഷയുടെ സന്തോഷം തിരിച്ചു തരണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ താങ്ങണം. ഇനിയും 2 ട്വിസ്റ്റ്. പുള്ളി ഇത്രയും പറഞ്ഞിട്ട് പുള്ളി പറയാ, കർത്താവേ, നീ എന്നെ 13-ാം വാക്യം, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഓ, സുവിശേഷ ദാഹം പുള്ളിക്ക്. സുവിശേഷ ദാഹം. നീ എന്നെ കുളിപ്പിച്ച് റെഡിയാക്കിയാൽ ഞാൻ കൺവെൻഷൻ നടത്താന്ന്. എവന്റെ കൺവെൻഷൻ കർത്താവിനെ വേണ്ടാത്തോണ്ടേ ഉള്ളൂ. ഞാൻ ഇത് വായിച്ച് ചിരിച്ചു പോയി രാവിലെ ഇരുന്ന്. പുള്ളി പറയാ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കുക. ആരാ? അതിക്രമക്കാരന്റെ ചേട്ടനാണ് ഇരിക്കുന്നവൻ. തീരുമാനം എടുക്കുക, നീ എന്നെ കുളിപ്പിച്ച് റെഡിയാക്കിയാൽ ഞാൻ പോയി പ്രസംഗിക്കാന്ന്. മിക്കവാറും നടക്കും. അപ്പോൾ പാപികൾ നിങ്ങളേക്ക് മനം തിരിയും. പിന്നെ എനിക്ക് അതിൽ ഒരു പോയിന്റ് രക്ഷയായിട്ട് കണ്ടത്, ഇവൻ ശരിയാവാൻ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ കൊന്നു കളഞ്ഞാൽ ശരിയാവുകയല്ല. ഇതിൽ തന്നെ നിന്ന് തഴക്കം പ്രാപിച്ചിട്ട് നമ്മൾ പറയാ, ഞാൻ പ്രസംഗിക്കാം. ദാവീദ് പറഞ്ഞതല്ല, നീ എന്നെ കുളിപ്പിച്ച് ശരിയാക്കുമെങ്കിൽ ഞാൻ പോയി പറയാം, അപ്പൊ ആൾക്കാർ ശരിയാവും. നമ്മൾ പറഞ്ഞതല്ല, കുളിപ്പിക്കൊന്നും വേണ്ട, സ്ഥലം വേദി എടുക്കുക, വേദി തരൂ. പ്രസംഗക്കുറിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ചിലരിപ്പോ കാച്ചി തരാന്നൊക്കെയാണ് പറയുന്നത്. പാല് കാച്ചുക, എന്തെല്ലോ വാക്കുകളാണ് ഓരോരുത്തർ പ്രസംഗത്തിന് പറയുന്നത് അറിയാമോ? സ്തോത്രം. അടുത്ത് പറയാ, എന്റെ രക്ഷയുടെ ദൈവമേ,
രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്നാൽ എന്റെ നാവ് നീതി ഘോഷിക്കും. കണ്ട, നമ്മളിവിടെ വിടുവിച്ചില്ലെങ്കിലും ഘോഷിക്കും. നമുക്ക് സാപ്പാസാ ക്ലിയർ ആയാ മതി. ഇത് ക്ലിയർ ആയാൽ നമ്മൾ പാടും. ഇവിടെ പറഞ്ഞത്, കർത്താവെ എന്നെ രക്തപാതകത്തിൽ നിന്ന് വിടുവിക്കണമേ, കൈ മൊത്തം കറ, കർത്താവെ ഒന്ന് വിടുവിക്കോ, എന്നാ ഞാൻ നീതിമാനായ നിന്റെ മുമ്പിൽ കരമുയർത്തി പാട്ട് പാടാം. നമ്മളെ സംബന്ധിച്ചിടത്ത് അങ്ങനെയൊന്നുമില്ല. മയക്കിങ്ങോട്ട് ഇറങ്ങണം, ശബ്ദവും കൂട്ടി വെച്ചേരണം, ഇപ്പൊ പാടിത്തരാം. ബാക്കി എല്ലാവരും ചെവി കഴിച്ചുകൊണ്ടിരുന്നോ? പിടികിട്ടുന്നുണ്ടോ? നീ എന്നെ രക്ഷിച്ചാൽ, നീ എന്നെ വിശുദ്ധീകരിച്ചാൽ ഞാൻ നിനക്ക് പാട്ട് പാടും. അല്ലാതെ പാടാൻ ഒക്കില്ല ദൈവമക്കളെ. ഞാനിവിടെ പറയാം, കൈയടിക്കണം, എവിടെ അടിക്കാൻ, ഇങ്ങനെ ഞാൻ ആക്കിയായിക്കൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ശരിയാ, വേറെ ഒന്നും ചെയ്താൽ പറ്റില്ല. ഇത് ഒരെണ്ണം ഇതുപോലെ രക്തപാതകത്തിൽ ഗുണം പിടിച്ചാലേ കൈയടി വരുള്ളൂ. കൈ നല്ല ഉഷാറായിട്ട് അടിക്കണമെങ്കിൽ ഇത് വരണം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നോക്കിയാൽ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. അല്ലേ, ആരോ കർത്താവിന്റെ അടുത്ത് പറഞ്ഞ പോലെ, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ ദണ്ഡിപ്പിക്കില്ല. കൈയൊക്കെ അടിക്കാൻ പറ്റണമെങ്കിൽ കെട്ടുവിട്ട് വന്നാലേ പറ്റുള്ളൂ. പുതിയ ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ വശം മനസ്സിലായില്ല എന്തിനാണ് സംഭവം എന്ന്. അതുകൊണ്ട് പുതിയ ആൾക്കാരും വിഷമം വിചാരിക്കരുത്. അല്ലേ, നിങ്ങൾക്ക് ഇത് എന്താണ് കഥയെന്ന് വാസ്തവത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ പഴക്കമുള്ള ടീമുകളാണ്. മനസ്സിലാകുന്നുണ്ടോ? മുമ്പിലോട്ട് പോക്കോട്ടെ. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞേ? കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായി നിന്റെ സ്തുതിയെ പ്രസാദിക്കും. അടുത്തൊരു ടിസ്റ്റ്. അതുകൂടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദൈവമേ, ഈ വാച്ച് ഭയങ്കര സ്പീഡാണ്. 16-ാം വാക്യം പറഞ്ഞേ, കർത്താവേ ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. പക്ഷെ നീ ഇതെടുക്കുകയല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിലാണെങ്കിൽ നിനക്ക് താല്പര്യവും ഇല്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. അപ്പൊ എന്ത് ചെയ്തേ പറ്റൂ? ഹനനയാഗവും ഹോമയാഗവും കൊണ്ടൊന്നും പണി വിജയിക്കില്ല. തമ്പുരാൻ തിരിഞ്ഞു നോക്കല, എടാ പാവ ആടിനെ കൊണ്ട് കത്തിക്കാതെ പോടാ എന്ന് പറയും. അപ്പൊ കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഇപ്പോ ദാവീദിന് വേണമെങ്കിൽ പറയാം, ആ മനുഷ്യൻ നീ തന്നെ ആണോ? ഓക്കെ, ഊരിയാവിനെ കൊന്നതിന്റെ പാപത്തിനൊത്തവണ്ണം ഒരു 2000 ആടിനെ യാഗം കഴിക്കൂ, അല്ലേ? പിന്നെ അയാളുടെ ഭാര്യ എടുത്തതിന് വേണ്ടി ഒരു 2000 കൂടെ യാഗം കഴിച്ചോളൂ. പിന്നെ താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് 1000 കൂടി ചെയ്തോളൂ. അങ്ങനെ ഒരു 5000 ആടിനെ യാഗം കഴിച്ചോളൂ. നാട്ടിൽ കിട്ടാന്നുള്ള കൂടിയ മഹാപുരോഹിതനെ കൊണ്ടുവരൂ, തുടങ്ങിക്കോളൂ, യാഗം തുടങ്ങിക്കോളൂ. അതാ പുള്ളി പറഞ്ഞത്. അതിൽ സംഭവം വിജയിക്കില്ല, മൂപ്പർക്ക് മനസ്സിലായി. നമ്മളായിരുന്നെങ്കിൽ പരുവക്കേട് മാറ്റാൻ വേണ്ടി ഒരു കൺവെൻഷൻ നടത്തും, 7 ദിവസം എന്റെ സ്വന്തം ചിലവിൽ. അങ്ങനെയൊക്കെ പോയ നേർച്ചക്കാളുകളായിട്ട് ഞങ്ങൾ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പലരും നേർന്ന് വയ്ക്കും, ഞങ്ങൾ പ്രസംഗിക്കാൻ പോകും. അവസാനം പറയും, ചിരിയേ ഉള്ളു കേട്ടോ, മതി. നേർന്നപ്പോ ഒരുപാട് പ്രതീക്ഷിച്ചതാ, പിന്നെ ഇപ്പൊ വന്നപ്പോ ഒരുപാട് ചെലവായി പോയി എന്ന് പറഞ്ഞാൽ ചെലവായിൽ പോയി. ഇതെല്ലാം സാരമില്ലത്, അല്ലേ? നമ്മളെ റിസ്ക് എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ 7 ദിവസം മീറ്റിംഗിന് ബുക്ക് ചെയ്യും. പിന്നീട് നമ്മൾ 2 കുറച്ചാൽ എന്തെങ്കിലും എല്ലാം കൂടെ ചേർത്ത് 5-ലങ്ങ് പറയുമോന്ന് ചോദിക്കും. ലാസ്റ്റ് ചോദിക്കും 3 മതിയോന്ന് ചോദിക്കും. ദിവസം ഞാൻ പറയും വരികയല്ല എന്ന് പറയും. 7 തന്നാലേ വരത്തുള്ളൂ എന്ന് പറയും. പൈസ കുറവാണ്, പൈസ വേണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഇച്ഛിച്ചെങ്കിൽ ഞാൻ ഒപ്പിച്ചേനെ. അടുത്ത് പറയാ ഹോമയാഗത്തിൽ എനിക്ക് താല്പര്യമില്ല. അടുത്ത് പറയാ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. എന്റെ പൊന്ന ദൈവമക്കളെ, കർത്താവിൽ നിന്ന് നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നെങ്കിൽ ഒരു കച്ചവടത്തിന് നിൽക്കേണ്ട. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ കർത്താവ് നിങ്ങളെ മാനിക്കും. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. ചുമ്മാ തകർച്ചയല്ല, പാപബോധത്തോടെ ദൈവസന്നിധിയിലെ തകർച്ച. പാപബോധം, എനിക്ക് തെറ്റ് പറ്റി എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വളരെ ഗംഭീരമായ സാധനം ഇവിടെ കിടക്കുകയാണ്.
നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണം. ഐ ആം ദ പാർട്ട് ഓഫ് സിയോൻ. ഞാൻ യെരൂശലേമിന്റെ ഭാഗമാണ്, സിയോന്റെ ഭാഗമാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റിയിരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ പൊളിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആത്മസംയമനമില്ലാത്ത ഞാൻ എന്റെ രാജ്യത്തിനൊരു കളങ്കം വരുത്തിയിരിക്കുന്നു. നീ മതിൽ പണിയണം. അതാണ് എന്റെ സ്ട്രൈക്കിംഗ് മെസ്സേജ്. ഞാൻ വരുത്തിയ തെറ്റ് ദൈവസഭയ്ക്ക് കറ വരുത്തിയിരിക്കുന്നു. നീ എന്നെ കഴുകണം. ആ തിരിച്ചറിവാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ ബോധം നമുക്കുണ്ടാവണം. ഞാനും നിങ്ങളും വരുത്തി വെക്കുന്ന ഓരോ കറകളും കർത്താവിന്റെ തിരുശരീരത്തിലാണ് കറ വീഴുന്നത്. ബിക്കോസ് വി ആർ ദ പാർട്ട് ഓഫ് ദാറ്റ് ബോഡി. ആ ബോധം തിരിച്ചറിഞ്ഞിട്ടാണ് അയാള് ദൈവസന്നിധി വീണിട്ട് പറയാണ്, മതിലുകളെ പണിയണം. ഞാൻ മതിലിനെ ഇടിച്ചിരിക്കുന്നു. നീ എന്നെ പ്രതീക്ഷയോടെ ഈ സിംഹാസനത്തിൽ ഇരുത്തി. പക്ഷേ ഞാൻ ആത്മസംയമനമില്ലാതെ മതിലിടിച്ചു കളഞ്ഞു. ഒരിക്കലും ഒരു രാജാവ് വിചാരിയാവേണ്ട കാര്യമില്ല. ഒരിക്കലും ആ രാജാവ് കൊലപാതകനാവേണ്ട കാര്യമില്ല. ആത്മസംയമനമില്ലാതെ അപ്പുറത്തെ കുളിമുറിയിൽ നോക്കിയിട്ട് മൊത്തം തകർത്ത് കളഞ്ഞു. അയാൾ ദൈവത്തിന്റെ സന്നിധിയിൽ കിടക്കുന്നു. ഇതുപോലെ വീഴാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നമ്മളെ മാനിച്ച് കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലനാക്കി ആ മതിലിന്റെ പോയിന്റിൽ തിരിച്ച് നമ്മളെ പ്രതിഷ്ഠിക്കും. ഇല്ലെങ്കിൽ നമ്മളെ പുറത്ത് തള്ളിക്കളയും. കഴിഞ്ഞ ദിവസം ദൈവാസൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരു വീട് വെക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന കല്ലുകൾ വെട്ടി പണിക്ക് ഉപയോഗിക്കും. തേയ്ക്കുന്ന സമയത്ത് മഴച്ചു നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയും. വെട്ടി താഴെ കൂട്ടിയതെല്ലാം ലോറിയിൽ വാരി എവിടെയെങ്കിലും കുഴി കൊണ്ട് തള്ളും. ആ കുഴി നികത്താൻ. അങ്ങനെ വെട്ടി ദൂരേക്ക് കളയുന്ന വെറും കല്ലും കഷ്ണങ്ങളായി മാറാൻ ആരും ഇതിനകത്തിരിക്കരുത് പ്ലീസ്. നമ്മളിൽ ആരും അതിനുണ്ടാകരുത്. വെട്ടും മുമ്പേ നമ്മൾ ഒതുങ്ങി അകത്തോട്ട് കയറിയിരിക്കണം. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി. കർത്താവെ എന്നെ നീ പണിയണമെന്ന് പറയണം. കർത്താവ് നമ്മളെ പണിഞ്ഞ് അക്കരെ നാട്ടിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അഹങ്കാരങ്ങൾ ഒഴിവാക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ എനിക്ക് നിർമ്മലമായ ഒരു ആത്മാവിനെ തരണം. ആ ആത്മാവിനെ കൊണ്ട് ലോകത്തെ ജയിക്കാനൊക്കൂ. ആ ആത്മാവിനെ കൊണ്ട് അവിടെ എത്താനൊക്കൂ. ഞാനും നിങ്ങളും അക്കരെ നാട്ടിലെത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.